Xylem Learning. So, മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മുടെ A+ നഷ്ടമാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ കൂടുതൽ അലങ്കാര പണിയൊന്നും നടത്തുന്നില്ല, വേഗം തന്നെ ഞാൻ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങളുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യനാ. IUPAC നെയിം പറയണം മക്കളെ. ഹൈഡ്രോ കാർബണിന്റെ IUPAC നെയിം പറയാനാണ്. സോ ഒരാളുടെ IUPAC നെയിം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? IUPAC നെയിം ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ മെയിൻ ചെയിൻ കണ്ടെത്തണം അല്ലെ. കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളതായിരിക്കും നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു ചെയിൻ പോസിബിൾ ആണ്, പിന്നെ ഇങ്ങനെ ഒരു ചെയിൻ പോസിബിൾ ആണ് അല്ലെ. അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ ഒരു ചെയിൻ പോസിബിൾ ആണ്. എങ്ങനെ എടുത്താലും അതിലൊക്കെ 3 കാർബൺ ആറ്റംസേ ഉള്ളൂ. അതുകൊണ്ട് ഏത് ചെയിൻ വേണമെങ്കിലും എടുക്കാം. സോ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന ചെയിൻ. ഇനി നമുക്ക് നമ്പർ ചെയ്യാം. നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കയ്യിലുള്ള ബ്രാഞ്ച് അഥവാ ശാഖയ്ക്ക് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം. അപ്പം ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും, ഇടത്തുനിന്ന് വലത്തേക്കും വലത്തു നിന്ന് ഇടത്തോട്ടും നമ്മൾ നമ്പർ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. 1 2 3 1 2 3. ഇവിടെ നോക്കിക്കേ, 2 രീതിയിൽ നമ്പർ ചെയ്താലും രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് നമ്മുടെ ബ്രാഞ്ച് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് 2 എന്ന് പറയുന്ന പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ ചൂസ് ചെയ്യാം. ഇനി ഇവിടെ എന്താ പ്രത്യേകത? രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 ബ്രാഞ്ചസ് ഉണ്ട്. ഏതാ? മീഥൈൽ ഗ്രൂപ്പ്. രണ്ടും ഒരേ ഗ്രൂപ്പ് തന്നെ. അപ്പോൾ ഒരേ ബ്രാഞ്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ, ഒരേ ശാഖ അല്ലെങ്കിൽ ഒരേ ആള് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ നമ്മൾ ട്രൈ പോലെയുള്ള ടേംസ് യൂസ് ചെയ്യണം. ഇവിടെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 തവണ മീഥൈൽ ഗ്രൂപ്പ് വന്നതുകൊണ്ട് മക്കളെ ഞാൻ 2,2 ഡൈ മീഥൈൽ എന്ന് പറയണം. അപ്പം നിങ്ങൾ ചോദിക്കും, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലായതുകൊണ്ട് ഒരു തവണ 2 എഴുതിയാൽ പോരാ, 2 തവണ എഴുതണം. 2 തവണ വന്നില്ലേ, സോ 2 തവണ പറയണം. അപ്പൊ 2,2 ഹൈഫൺ ഡൈ മീഥൈൽ എന്ന് എന്തുകൊണ്ടാണ് ചേർത്തത്? 2 തവണ മീഥൈൽ ഗ്രൂപ്പ് വന്നതുകൊണ്ട് ഡൈ മീഥൈൽ എന്ന് ചേർത്തു. ഇനി മക്കളെ 1 2 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എങ്ങനെയാ? പ്രൊപ്പാണ്. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ അല്ലെ, ഏകബന്ധനം മാത്രമാണ്. സോ നമുക്ക് ANE ചേർക്കാം. 2,2 ഡൈ മീഥൈൽ പ്രൊപ്പെയിൻ ആണ് ഇവന്റെ ഫോർമുല എന്ന് പറയുന്നത്, IUPAC നെയിം എന്ന് പറയുന്നത്. ഇനി സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട് മക്കളെ. റൈറ്റ് സ്ട്രക്ചറൽ ഫോർമുല, അതായത് IUPAC നെയിം തന്നിട്ടുണ്ട്. ഇവന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 3 ഈഥൈൽ 2 മീഥൈൽ ഹെക്സൈൻ ആണ്. അമ്പട അല്ലെ. അപ്പൊ വേർഡ് റൂട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഹെക്സൈൻ ആണ്. ഹെക്സൈൻ എന്ന് പറഞ്ഞാൽ മെത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് ഹെക്സ്. മെയിൻ ചെയിനിൽ മുഖ്യ ചെയിനിൽ 6 കാർബൺ ആറ്റം ഉണ്ട്, അതുകൊണ്ടാണ് ഹെക്സൈൻ എന്ന് പേര് അവസാനിച്ചത്. സോ ഞാൻ ഇവിടെ 6 കാർബണിനെ വരയ്ക്കണം. 1 2 3 4 5 6. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? 2 മീഥൈൽ 3 ഈഥൈൽ ആണ്. സോ മക്കളെ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതാ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി 3 ഈഥൈൽ ആണ്. ഈഥൈൽ എന്ന് പറഞ്ഞാൽ CH3 CH2 ഗ്രൂപ്പ് അല്ലെങ്കിൽ C2H5 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഇതാ ഇത് 1 2 3 4 5 6 നമ്പർ ചെയ്തോ സംശയം ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഞാൻ ഒന്നെങ്കിൽ CH2 CH3 എന്ന് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് C2H5 എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നോക്ക്, വാലൻസി അനുസരിച്ച് ഫില്ല് ചെയ്യുക. കാർബണിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറഞ്ഞാൽ 4 ആണ്. മാക്സിമം 4 ബോണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ കാർബൺ ഒരു ബോണ്ടേ ഫോം ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ 3 ഹൈഡ്രജനെ കൂടെ കൊടുക്കുന്നു. ഈ കാർബൺ ഓൾറെഡി 1 2 3 ബോണ്ട് ഫോം ചെയ്തു. 4 ആവാൻ ഒരു ഹൈഡ്രജനും കൂടെ മതി. ഇനി അടുത്ത കാർബണും അതേപോലെ 1 2 3 ബോണ്ട് ഓൾറെഡി ഫോം ചെയ്തു. 4 ആവാൻ ഇനി ഒരു ഹൈഡ്രജൻ കൂടെ മതി. അടുത്ത കാർബൺ 2 ബോണ്ടേ ഫോം ചെയ്തിട്ടുള്ളൂ. സോ 4 ആവാൻ 2 ഹൈഡ്രജനെ നമ്മൾ കൊടുക്കുന്നു. അടുത്ത ആളും 2 ആണ്. ലാസ്റ്റത്തെ ആള് ഒരു ബോണ്ട് മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. അപ്പം 4 ആവാൻ ഇനി 3 ഹൈഡ്രജൻ കൂടി വേണം. അപ്പം ഇതാണ് നമ്മുടെ 3 ഈഥൈൽ 2 മീഥൈൽ ഹെക്സൈൻ എന്ന് പറയുന്ന പുള്ളി. കാണുമ്പോൾ വലുതായിട്ട് തോന്നും, പക്ഷെ ആള് ശരിക്കും പാവമാണ്, സിമ്പിളായിട്ടുള്ള ആളാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കാം മക്കളെ. Yes, electricity and carbon monoxide are reducing agents used to extract metal from their ores.
നോക്ക്, അയിരുകളിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന 2 റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സികാരികളാണ് വൈദ്യുതിയും കാർബൺ മോണോക്സൈഡും. മക്കളെ, വിച്ച് ഓഫ് ദീസ് ഈസ് യൂസ് ടു എക്സ്ട്രാക്ട് സോഡിയം ഫ്രം സോഡിയം ക്ലോറൈഡ്? സോഡിയം ക്ലോറൈഡിൽ നിന്നും സോഡിയത്തെ വേർതിരിക്കാൻ നമ്മൾ ആരെ ഉപയോഗിക്കുക? മക്കളെ, സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് അല്ലേ? ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളാണ്. ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണെങ്കിൽ നമുക്ക് അവിടെ കാർബൺ മോണോക്സൈഡിനെ ഉപയോഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ NaClന്റെ ഇലക്ട്രോലൈസിസ് അല്ലേ പഠിച്ചത്, വൈദ്യുത വിശ്ലേഷണമല്ലേ പഠിച്ചത്. എന്തുകൊണ്ട് അവരെ വേറൊന്നും ചെയ്യാതിരുന്നത്? കാരണം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിക്ക് മാത്രമേ ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്, ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ആയിരിക്കും കേട്ടോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി ഹൈ റിയാക്ടിവിറ്റി ഓഫ് സോഡിയം. സോഡിയത്തിന്റെ ഉയർന്ന ക്രിയാശീലം കാരണമാണ് നമ്മളിവിടെ വൈദ്യുതി ഉപയോഗിക്കുന്നത്. ഇനി വിച്ച് റെഡ്യൂസിങ് ഏജന്റ് ഈസ് യൂസ് ടു എക്സ്ട്രാക്ട് അയൺ ഫ്രം ഹേമറ്റൈറ്റ്? ഹേമറ്റൈറ്റിൽ നിന്നും അയണിനെ വേർതിരിക്കാൻ നമ്മൾ ആരെടുക്കുക? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ആ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇരുമ്പിനെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റെഡ്യൂസിങ് ഏജന്റ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റെഡ്യൂസിങ് ഏജന്റ് ആണ് കാർബൺ മോണോക്സൈഡ് അല്ലേ? കാർബൺ മോണോക്സൈഡ് Fe2O3 എന്ന് പറയുന്ന ഹേമറ്റൈറ്റുമായിട്ട് കമ്പൈൻ ചെയ്യും. ഹേമറ്റൈറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മക്കളെ നമുക്ക് അയണിനെയും തരും. അതേപോലെ ഇവർ സ്വയം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അങ്ങനെയാണ് ഇവരെ ഹേമറ്റൈറ്റിൽ നിന്നും അയണിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തരാം. സോ ഹേമറ്റൈറ്റിൽ നിന്നും അയണിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ മാരത്തോൺ ക്ലാസ് കാണുക. ഓക്കെ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മാരത്തോൺ ക്ലാസ് കാണുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, റെഡി. ഓവർ താഴെ നമ്മൾ ഓൾറെഡി ചെയ്തു അല്ലേ? കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ബൈ റൈറ്റിംഗ് ദ ഫോർമുല ഓർ നെയിം ഓഫ് ദ പ്രോഡക്ട്സ്. മക്കളെ, ഉൽപ്പന്നങ്ങളെ രാസവാക്യം അല്ലെങ്കിൽ പേര് എഴുതിയിട്ട് രാസസമവാക്യങ്ങൾ പൂർത്തീകരിക്കണം. നോക്ക്, ഫസ്റ്റ് റിയാക്ഷൻ ഏത് റിയാക്ഷനാ? അപ്പോൾ മക്കളെ, നമുക്കറിയാം തന്നിട്ടുള്ളത് ഒരു ആൽക്കീൻ ആണെങ്കിൽ ആൽക്കീനോ അല്ലെങ്കിൽ ആൽക്കൈനോ, തന്നിട്ടുള്ളത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. ഒരു അപൂരിത ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ അവർ കാണിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? അഡീഷൻ ആയിരിക്കും അല്ലേ? അഡീഷൻ നടത്തുമ്പോൾ എങ്ങനെയാ പ്രോഡക്റ്റ് എഴുതണമെന്നാ പറഞ്ഞത്? ആദ്യം ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കാം. സോ CH3 CH, നോക്കുക, സിംഗിൾ ബോണ്ട് CH2. ഇനി ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലും വരുന്ന കാർബണിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ആളെ ആഡ് ചെയ്യുക. ഇതാണ് ഡബിൾ ബോണ്ടിന്റെ 2 സൈഡിലും വരുന്ന കാർബൺ. ഈ ഓരോ കാർബണിലേക്കും നമ്മൾ ക്ലോറിനെ ആഡ് ചെയ്യുന്നു. ഇതായിരിക്കും ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, സൺലൈറ്റ്. ഓക്കെ, നോക്ക് മക്കളെ, ഇനി അടുത്ത് തന്നിട്ടുള്ളത് ഒരു ആൽക്കെയിൻ ആണ്. ഇനി തന്നിട്ടുള്ളത് ഒരു ആൽക്കെയിൻ ആണ് അല്ലേ? C2H6 എന്ന് പറയുന്ന ഒരു ആൽക്കെയിൻ ആണ്. മക്കളെ, ആൽക്കെയിനുകളാണെങ്കിൽ ഇവർ കാണിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും അല്ലേ? സോ C2H6 എന്ന് പറയുന്നത് നമ്മുടെ ഈഥെയിൻ ആണ്. ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഹൈഡ്രജൻ പുറത്തേക്ക് പോയി ആ സ്ഥാനത്ത് ക്ലോറിൻ കയറിയിരിക്കും. എന്നിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് C2H5Cl ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, പ്ലസ് HCl ആയിരിക്കും. ഇനി അടുത്തത് മക്കളെ, ഇത് ഏത് റിയാക്ഷൻ ആണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉത്തരം, ഈ ഒരു റിയാക്ഷൻ്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഈ ചാപ്റ്റർ ഡൗട്ട് ഉണ്ടോ? പേടിക്കേണ്ട, ഡീറ്റെയിൽ ആയിട്ട് ലൈവ് എടുക്കാൻ മിസ് ഉണ്ടാവും. സോ എല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ മെഗാ മാരത്തോൺ ക്ലാസ് കാണുക. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മക്കളെ, ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കൂടെ തന്നെയുണ്ട്. സോ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്.